ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഫുട്ബോൾ റീജിയൻ. ഞാൻ ഇതുവരെയായിട്ട് ഈ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. ഇത്രയും നാൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഒരു മാച്ച് അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള അനാലിസിസ് വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറേ പോരായ്മകളാണ്, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ കമൻസും വായിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇന്നലെ കണ്ട മാച്ച് ഏതാണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ മാച്ചാണ്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, കാരണം ഞാനൊരു ഡൈഹാർഡ് യുണൈറ്റഡ് ഫാനാണ്. അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അമോറിം സിസ്റ്റം ഇപ്പോൾ സ്ലോലി അത് വർക്കാവുന്നു. ഇത്രയും നാളും എല്ലാവരും സാക്ക് ചെയ്യണം, ഫുൾ സിസ്റ്റം പ്ലെയേഴ്സിന് അഡാപ്റ്റ് ആകാൻ പറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു. അപ്പം പ്ലെയേഴ്സ് ഇപ്പം നല്ല രീതിക്ക് ഒരു മെൻറ്റാലിറ്റി കാണിച്ചോണമെന്നുണ്ട്, ഒരു വിന്നിങ് മെൻറ്റാലിറ്റി. ജയിക്കണം, അവസാനം വരെ പൊരുതുന്നുണ്ട്. ആദ്യത്തെ 20 മിനിറ്റ് എനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. രണ്ട് ടീമും ഭയങ്കര സ്ലോപ്പിയായിരുന്നു, കുറേയധികം മിസ് പാസുകളുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ 20 മിനിറ്റ് ഭയങ്കര ശോകമായിട്ടാണ് തോന്നുന്നത്. പിന്നെയാണ് അതിനിടയ്ക്ക് ആൻ്റണി ടൈലർ എന്ന് പറഞ്ഞൊരു റെഫറി, അങ്ങേർക്ക് കണ്ണ് കണ്ടുകൂടാ. അമ്മാദിനൊരു ഫൗൾ ചെയ്തു, അത് ക്ലിയർ പെനാൽറ്റിയാണ്. അത് സോഫ്റ്റ് ടച്ച് ഒന്നുമല്ല, ക്ലിയർ പെനാൽറ്റിയാണ്. അത് പുള്ളിക്കാരന് അത് ഡിനൈ ചെയ്യാണ്. ഓക്കെ, പിന്നെ എംബോമോ അത് പെനാൽറ്റി ഞാൻ പറഞ്ഞത് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്, പക്ഷെ അതൊരു ഫൗളാണ്. അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡിനുള്ളൊരു ഫൗളായിരുന്നു, അതുപോലും പുള്ളി കൊടുത്തില്ല. റെഫറി ഭയങ്കര മോശമായിരുന്നു. പിന്നീടാണ് നമുക്ക് നമ്മുടെ ബ്രസീലിയൻ പ്ലെയർ മഥേവസ് കൂഞ്ഞ ഗോൾ അടിക്കുന്നത്. ഹി ഡിസർവ്ഡ് ഇറ്റ് ബ്രോ. കാരണം നല്ല പുള്ളിക്കാരൻ ഗോളും അസിസ്റ്റും ഒന്നും കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ കളി നല്ലപോലെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള ആ കഴിവ്. കഴിഞ്ഞ വർഷം ഇതൊന്നും ഒരു പ്ലെയേഴ്സിനും നമുക്കത് കാണാൻ പറ്റത്തില്ലായിരുന്നു. മഥേവസ് കൂഞ്ഞ വാട്ട് എ പ്ലെയർ ബ്രോ. ആ ഒരു ഗോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി ആ ഗോൾ ഡിസർവിങ് ആയിരുന്നു. സ്കോഡ് ക്ലാസ് ഫിനിഷായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കാസമീരോടെ ആ പാസ് നല്ലതായിരുന്നു. ആ ഫസ്റ്റ് ഗോൾ സെസ്കോടെ ഇതും പറയണം, പുള്ളി അബ്സല്യൂട്ട് ക്ലാസ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ ഈ വിത്ത് ദ ബോൾ എബിലിറ്റി ഭയങ്കര നല്ലതാണ്. ഹോയിലൻഡ് പണ്ട് ഏതെങ്കിലും പണ്ട് യുണൈറ്റഡിലായിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡിഫൻഡറിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കും. പുള്ളിക്കാരനെ പന്ത് കിട്ടിയാൽ തന്നെ പുള്ളിക്കാരൻ അത് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ ഒരു ബോൾ ക്യാരിങ് എബിലിറ്റി പുള്ളിക്ക് ഭയങ്കര കുറവായിരുന്നു. സെസ്കോ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, കഴിഞ്ഞ വർഷത്തെ സ്ട്രൈക്കറിനേക്കാൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ കുറേ പേര് വന്ന് പറയും ഹോയിലൻഡ് നപ്പോളിയിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നപ്പോളി കളിക്കുന്ന പോലെയല്ല ബ്രോ, പ്രീമിയർ ലീഗ് കളിക്കും. പുള്ളിക്ക് അവിടെ പ്രഷറില്ല. യുണൈറ്റഡിൽ വരുമ്പോൾ കുറേയധികം മീഡിയ പ്രഷറുണ്ട്. അതും പുള്ളിക്ക് അത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റി കാണില്ല, അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അത്ര സക്സസ് ആവാതെ പോയത്. ആദ്യത്തെ സീസൺ നല്ലതായിരുന്നു. ഓക്കെ, ബാക്ക് ടു ദ മാച്ച്. പിന്നെ രണ്ടാമത്തെ ഗോൾ ആ കാസമീരോടെ, അത് നിങ്ങൾ കാണേണ്ട ഒരിതാണ്. ആ കാസമീരോടെ ആ ഗോളിൻ്റെ കുറേ അധികം പങ്ക് വഹിച്ച ലൂക്ക് ഷോയുടെ ആ മിഡ്ഫീൽഡിലോട്ട് കയറി വന്നുള്ള അതാണ് അമോറിം സിസ്റ്റം. ഒരു ഡിഫൻഡർ മിഡ്ഫീൽഡിലേക്ക് കയറി വരുന്നതാണ് അമോറിം സിസ്റ്റം. അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി. ലൂക്ക് ഷോ വന്ന് മിഡ്ഫീൽഡിൽ വന്ന് ബോൾ വിൻ ചെയ്ത് കാസമീരോയ്ക്ക് കൊടുക്കുന്നു. അതൊരു ഔട്ട്സൈഡ് നവിരാജ് പെനാൽറ്റി ബോക്സിൽ നിന്ന് വെളിയിലോട്ട് പോകാനാണ് ഞാൻ വിചാരിച്ചത്. അത് അയാരിയുടെ പുറത്ത് കെട്ടി ഡിഫ്ലക്ഷൻ ആവുന്ന ആ കീപ്പറിന് സുഖമായിട്ട് അത് പിടിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഒത്തിരി സ്ലോ ആയിട്ടാണ് ആ പന്ത് വന്നത്. പുള്ളിക്കാരൻ ചാടിയെങ്കിലും അത് പുള്ളിക്കൊന്ന് വീണ്ടും ഒന്ന് ചാടി അത് പിടിക്കായിരുന്നു. പുള്ളി അത് വിട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെ കാസമീരാണ് അത് ഗോളടിച്ചു. ഹാഫ് ടൈം കഴിഞ്ഞു. പിന്നെ 51-ാമത്തെ മിനിറ്റ് ആയപ്പം 51-ാമത്തെ മിനിറ്റ് ആണെന്ന് തോന്നുന്നു, എംബുമോ ഒരു ഗോളടിച്ചു. ഒന്നും പറയാനില്ല, ബെസ്റ്റ് സൈനിങ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദിസ് സീസൺ എന്ന് ഞാൻ പറയും. പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത്, സ്പീഡ്, പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ടച്ച്, അമ്മാദിൻ്റെയും എംബൂമയുടെ ഫസ്റ്റ് ടച്ച് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല ഒരു പ്ലേ ആണ് നമ്മൾ എംബൂമയിൽ നിന്ന് കണ്ട്. ആദ്യത്തെ ഗോളൊക്കെ പ്യുവർ ക്ലാസ് ആയിരുന്നു. ആ സെസ്കോടൊക്കെ ആ ബോൾ കൊടുക്കുന്നത്
അതിന് നിങ്ങൾ പറയും ഡാലോ ഭയങ്കര ടെറിബിളാണ്. അവിടെ നിങ്ങൾ നോക്കുക, ഒരു ഡിഫൻഡർ കയറി വന്നാണ് പുള്ളി വിഞ്ച് ചെയ്ത് അത് നമ്മളെ സെസ്കോയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഭയങ്കര അവയർനെസ്സാണ് അത് കാണിക്കുന്നത്. എന്തൊക്കെ കിണ്ണം പാസ് ബൈ ഡാലോ, കറക്റ്റ് സമയത്ത് കറക്റ്റ് വെയ്റ്റിന് സെസ്കോ അത് റിലീസ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ഗോൾ ബൈ എംബൂമോ ടു ദ ബോട്ടം റൈറ്റ് കോർണർ. ക്ലാസ് ഗോൾ, ഫാന്റാസ്റ്റിക് ഫിനിഷ്. പിന്നീട് അമോറിം 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഉഗാർത്തേനെ കൊണ്ടിരുന്നു, ഡോർഗുവിനെ കൊണ്ടിരുന്നു. ഉഗാർത്തല്ല, മെയിനുവിനെ കൊണ്ടിരുന്നു, ഡോർഗുവിനെ കൊണ്ടിരുന്നു. ആ കാസമീരോനെ വലിച്ചത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല, അത്ര ഒരു നല്ലൊരു ഡിസിഷനാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ നിങ്ങൾക്കറിയാലോ, കാസമീരോടെ ഏജ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. പുള്ളിക്കാരന് ഫുൾ 90 കളിക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ടായിരിക്കാം വലിച്ച്. കാരണം 3 ഗോൾ ലീഡും ഉണ്ടല്ലോ, നമ്മൾ വലിക്കുന്നതായിരിക്കും അമോറും തോന്നിക്കാണും, വലിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിക്കാണും. പക്ഷെ മെയിന് വന്നു, അത്ര നേരം ഉണ്ടായിരുന്ന ആ സ്റ്റേബിളായിട്ടുണ്ടായിരുന്ന ആ കളി ഇച്ചിരി എന്താണ് ഒന്ന് പതറാൻ തുടങ്ങി. എനിക്ക് തോന്നി മെയിനും ഈ പ്രാവശ്യം അമോറും സിസ്റ്റത്തിന് വർക്കാവുന്നൊരു പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെറ്റർ പുള്ളി ഒന്ന് സെല്ല് ചെയ്യുന്നതായിരിക്കും, ഒരു 30-40 മില്യണൊക്കെ കിട്ടിയ നല്ലൊരു ഡീലാണ്, പുള്ളി വിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ആ ഡോർഗു, അത് പുള്ളി ഫൗൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് മിൻ്റെയുടെ ഒരു ബാഡ് ടച്ചാണ്. അത് എങ്ങനെയും കീപ്പറിൻ്റെ കയ്യിലോട്ട് ആ പന്ത് പോകത്തുള്ളായിരുന്നു. വെറുതെ ഡോർഗു പിടിച്ച് വലിച്ച് അവനെ താഴെ ഇട്ട്. എനിക്ക് അതെല്ലാം ഒട്ടും ഇഷ്ടമാണ്. ഈ വെൽബെക്ക് എപ്പോഴും യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ എങ്ങനെയും അവൻ ഗോൾ അടിക്കാൻ നോക്കും. ഈ പ്രാവശ്യം ബ്യൂട്ടിഫുൾ ഗോൾ ബൈ വെൽബെക്ക്, നല്ലൊരു ഫിനിഷായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലെയറാണ്. ഈ ഏജിലും പുള്ളി ഇത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഞാൻ അപ്രിഷ്യേറ്റ് ഇറ്റ്. പിന്നെ സിക്സി ഇറങ്ങി വീണ്ടും പുള്ളിക്കാൻ ഡിഫെൻഡ് ചെയ്യേണ്ട, പുള്ളിക്കാൻ അത് ഹെഡ് ചെയ്ത് കളയാനേ ഉള്ളായിരുന്നു. പുള്ളിക്കാൻ ആ പ്ലെയറിനെ നന്നായിട്ട് മാർക്ക് ചെയ്തില്ല. പുള്ളി ആ കോസ്റ്റ സംതിങ് സ്കോർഡ് ദ ഗോൾ. ഞാനൊന്ന് പതറി, സത്യമാണ്. മിക്കവാറും ബോട്ടിൽ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഏഡൻ ഹെവൻ കിണ്ണം പാസ്, ബ്രൂണോ അത് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ബ്രൂണോ പന്ത് തൊടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അത് പുള്ളിക്കാരൻ വിട്ടുകൊടുത്ത് എംബോമോടെ പേസ് പന്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഫും, ഗെയിം ഫിനിഷ്ഡ്. എംബോമോ, അവർ എംബുമോൻ, ഒന്നും പറയാനില്ല. യുണൈറ്റഡിൻ്റെ ഈ വർഷത്തെ സൈനിങ്സ് ഇതുവരെ നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ട്. ഇനിയും വർക്കൗട്ട് ആവട്ടെ. പിന്നെ 2 വിന്നും കൂടെ കിട്ടിയാൽ നമുക്ക് ആ ചങ്ങായുടെ മുടിയും കൂടെ മുറിക്കാം. അപ്പം നിങ്ങളുടെ ഈ ഗെയിമിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ ഇടുക, എല്ലാം ഞാൻ വായിച്ചു നോക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഇതുപോലത്തെ മാച്ച് അനാലിസിസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. പുതുതായിട്ട് വരുന്നൊരു യൂട്യൂബറിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.